ഇതിപ്പോൾ എന്താണ് നേരം, ഇത് എങ്ങോട്ടാ പോണേ എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നോ? ഇത് നല്ല കൊച്ചു വെളുപ്പാങ്കാലമാണ് കേട്ടോ. അതായത് നമ്മൾ 5 മണിക്ക് റൂമിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഒരു 15 മിനിറ്റ് യാത്രയുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ ഈ ലൊക്കേഷനിൽ എത്താറായി. ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൺറൈസ് കാണാനാണ് നമ്മൾ പോകുന്നത്. സാരംഗോട്ട് സൺറൈസ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് കാണാൻ അത്യാവശ്യം ആളുകളൊക്കെ ആ സ്പോട്ടിലേക്ക് വരും എന്നാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. കാര്യം സാധാരണ നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനെ സൺറൈസ് ബീച്ചിൻ്റെ സൈഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കൂടുതൽ കാണുക. പക്ഷേ നേപ്പാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പം ആ സ്പോട്ടിലെത്തി സൺറൈസ് കാണുന്ന ഒരു സ്പോട്ടാണിത്. പക്ഷേ ഇവിടെ ആകെ ഇത് മഞ്ഞെന്ന് പറയാൻ പറ്റില്ല, ആകെ മേഘങ്ങൾ മൂടി നിൽക്കുന്ന നല്ല പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന ഒരു പ്രദേശം അല്ലേ. ഇവിടെ ഇപ്പം നമ്മളൊരു ചെറിയ ഒരു വീട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഷോപ്പാന്ന് തോന്നുന്നു. അതിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. ഇനി ഇതല്ലാതെ കുറച്ചും കൂടെ മുകളിൽ പോയിട്ട് കാണാൻ പറ്റുന്ന സൗകര്യമുണ്ട്. അതിന് കുറച്ച് പടികൾ കയറണം, അത്യാവശ്യം നടക്കാറുണ്ട് കേട്ടോ. സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടവറുണ്ട്, വാച്ച് ടവർ. ആ ടവറിലേക്കാണ് നമ്മൾ പോണത്. ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ, എന്ത് ഭംഗിയാണ്. നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ, കുറച്ച് പേര്. അപ്പം നമ്മൾ നടക്കുകയാണ്. നല്ല വലിയ സ്റ്റെപ്സാണ്, കുറേ സ്റ്റെപ്സും ഉണ്ട്. അങ്ങനെ നമ്മൾ പടികൾ പതിയെ നല്ല കുത്തനെയാണ്. അതെന്തായാലും കയറി നമ്മളിവിടെ എത്തി. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും ഇതൊരു വലിയൊരു അമ്പലം കൂടാണ് കേട്ടോ. അപ്പം അതിൻ്റെ പ്രദേശത്താണ് നമുക്കിത് സൺറൈസ് കാണാൻ പറ്റുന്നൊരു സ്പോട്ട് ഉള്ളത്. അപ്പം അവിടേക്ക് നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് കാണാനായിട്ട്. ഈ നേപ്പാൾ യാത്രയുടെ ഒരു വലിയ പ്രത്യേകതയാണ്. കാര്യം നേരത്തെ പറഞ്ഞ പോലെ പല സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ ഈ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് റൂമിൽ നിന്ന് വരിക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് നമ്മൾക്കും ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ നമ്മളിത് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ എഴുന്നേറ്റ്, പിന്നെ കുളിക്കൽ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല, നമ്മൾ ഈ സ്പോട്ടിലെത്തി. പക്ഷെ നമ്മുടെ കൂടെയുള്ള കുറച്ച് 2-3-4 പേര് വന്നിട്ടില്ല കേട്ടോ. മൂടിപ്പോച്ച് അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. അവിടെ കിടന്നുറങ്ങുന്നവർക്ക് ഈ ദൃശ്യം കാണാൻ എന്തായാലും പറ്റില്ലല്ലോ. ഇപ്പം നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അങ്ങനെ ഉറക്കം ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ മാറ്റി വയ്ക്കേണ്ടി വരും അല്ലേ. എന്തായാലും നല്ല ഭംഗിയുള്ള ഒരു ലൊക്കേഷൻ. നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്തൊരു രസമാണെന്നറിയോ? പഞ്ഞിക്കെട്ട് പോലെ ഇരിക്കുന്ന ഓരോ പ്രദേശം, അതിൻ്റെ ഇടയിൽ വീടുകളും കാര്യങ്ങളും അങ്ങനത്തെ സ്പോട്ടും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ സൂര്യനെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കഞ്ചൻജംഗ എവിടെയാണോ അതേ നോക്കണം. ഇത് കാണാനില്ല ഇവിടെ, ഇപ്പോൾ വേറെ സൈഡിലായിരിക്കും. ഞാൻ അന്ന് വന്നപ്പോൾ അതായിരുന്നു വന്നത്. അപ്പോൾ നമ്മൾ സൺറൈസ് കാണാൻ വന്നതാണ്. പക്ഷേ ഇങ്ങനെ ക്ലൗഡി ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് അങ്ങനെ ശരിക്കും എന്താ പറയുക, സൂര്യൻ ഉദിച്ചു വരുന്ന ആ ഒരു സംഭവങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മളിപ്പോൾ ഇതുവരെ കണ്ടതിനേക്കാളിലൊക്കെ ഏറ്റവും ഭംഗിയുള്ള ഇതൊരു പുതിയ ടെമ്പിളാണ്, ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല എന്നാണ് പറയണേ. കണ്ട എന്ത് രസമാണ്, എൻ്റെ ദൈവമേ. ഇതിൻ്റെ ആംബിയൻസ് ഇവിടേക്ക് ഇങ്ങനെ ഒരു പണി നടക്കുന്ന പോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇത് പുതിയൊരു അമ്പലമായിട്ട് പണിതതാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ മെയിൻ്റനൻസ് കഴിയാത്തത് കൊണ്ട് അതിൻ്റെ അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പുറത്തൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ അതല്ലാതെ ബാക്കി എല്ലാ സീനും സൂപ്പറാണ്. നമ്മൾക്ക് ജ്യോതി കണ്ടില്ലെങ്കിലും നമുക്ക് വിഷമമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അത്രയും ക്ലൗഡി ആയിട്ടാണ് നിൽക്കുന്നത്. നല്ല രസമുണ്ട് കാണാൻ. ഇവിടെ ഒരു വാച്ച് ടവർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ടവറിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് 700 രൂപ. അത് സത്യത്തിൽ ഒരു വീടാണ്. ഇത് എവിടെ ഒരു പണിയൊക്കെ നടക്കണില്ലേ, അതിൻ്റെ മുകളിൽ പോയിട്ടാണ് അത് കയറാൻ വേണ്ടിയിട്ട് പറ്റുക. പക്ഷേ 700 രൂപ പെർ ഹെഡ്. നമ്മളിപ്പം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ് അവിടെ നിന്നും കാണുള്ളൂ. അതുകൊണ്ട് ആരും അതിന് മുതിർന്നില്ല. നല്ല ഭംഗിയുള്ള ഒരു ക്ഷേത്രം അല്ലേ, നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാവരും എൻ്റെ മുമ്പിൽ നിന്ന് ഫോട്ടോസും പരിപാടികളൊക്കെ എടുത്തു. ഇതേ ഒരു പൂച്ചക്കുട്ടി പോലെ ഒരു കുട്ടി പോകുന്ന നോക്കിയ തലയിലൊക്കെ സംഭവമൊക്കെ ഇട്ടിട്ട്. അത്ര മഞ്ഞ് എന്ന് പറയാനായിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് ഈ ഒരു സമയം വലിയ ആൾക്കാർ വന്നിട്ടില്ല. പക്ഷേ ഈ കുട്ടി ഇത് കാണാനായിട്ട് വന്നേക്കുന്നല്ലേ. ഇപ്പം നമ്മൾ തിരിച്ചിറങ്ങുകയാണ് കേട്ടോ. തിരിച്ചിറങ്ങുമ്പം നമുക്കൊരു ഫോറിനർ ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ അവരുടെ കൂടെയും ഫോട്ടോസൊക്കെ എടുത്തു. ഇപ്പം താഴെ, അതായത് ഇത്രയും നമ്മൾ ഹൈറ്റിലേക്ക് കയറി വന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ അവിടെ 1-2 കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മേടിക്കാൻ താല്പര്യമുള്ളവർക്ക് അവിടെ ചെറുതായിട്ടൊരു സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ദേ ഇപ്പോൾ കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ് എന്ന് പറയുന്നത്. ഒരു ചെറിയ ഒരു കടയും അതിൻ്റെ മുകളിൽ ഒരു 2 ടേബിളും നിരത്തിയിട്ട് അത്യാവശ്യം മാലയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വെച്ചേക്കുവാണ്. ഓ എന്താല്ലേ കയ്യില് ഫുള്ള് ഇല്ല നമ്മള് ചേച്ചി അതെന്താ സംഭവം എന്നറിയോ? മാജിക് ബൗൾ എന്നാണ് അവരതിന് പറയുക. ഇത് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ ഷോപ്പുകളിലും ഈ സംഭവം ഉണ്ട്. അത് ചെറിയ ബൗള് മുതൽ വലിയ ബൗള് വരെയുള്ള കാര്യങ്ങളുണ്ട്. അത് നേപ്പാളിൻ്റെ വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. അത് ആ ഒരു ശബ്ദം ഒരു തവണ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നേരമാണ് അതിൻ്റെ മുഴക്കം നിൽക്കുന്നത് അല്ലേ. വളരെ പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ് അതെന്നാണ് പറഞ്ഞത്. അപ്പം എല്ലാ സ്ഥലങ്ങളിലും നമുക്കത് കാണാൻ പറ്റും. എന്ത് രസമാണ് നോക്കി, ഈ ഭംഗിയുള്ളൊരു സ്പോട്ട് അല്ലേ. നമ്മളിങ്ങനെ ചിത്രമൊക്കെ വരച്ച പോലെ ഉണ്ട്. എന്തായാലും നമുക്ക് ഈ ഭാഗമൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം വിത്ത് മ്യൂസിക്. അപ്പം അങ്ങനെ നമ്മൾ സൺറൈസൊക്കെ കണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബാക്കിയുള്ള എല്ലാം കണ്ട് വരുന്ന വഴിയുള്ള കാഴ്ചകൾ, ഈ ഒരു സ്നോയുടെ പോലുള്ളൊരു ഫീലിലുള്ളൊരു ആംബിയൻസ് ഉള്ള ഈ ഒരു ജേണി, രാവിലത്തെ ഈ ഒരു യാത്ര എല്ലാവർക്കും ഭയങ്കര ഒരു ഫ്രഷ് എനർജി കിട്ടി. അപ്പം എന്തായാലും നമ്മളിവിടെ ലാസ്റ്റ് ഈ ഒരു സ്പോട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ഇറങ്ങിയതാണ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എന്തായാലും ഈ വീഡിയോ ഇന്ന് ഇപ്പം തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി നമ്മൾ ഇന്നത്തെ അതായത് പൊക്രയിലുള്ള കുറേയധികം അമ്പലങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ പോകുന്നുണ്ട്. അപ്പം അതൊക്കെയാണ് ഇനിയുള്ള വീഡിയോയിൽ വരാൻ പോകുന്നത്. യു ജസ്റ്റ് സ്റ്റേ ട്യൂൺ. അപ്പം എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.
അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ബരാഹി ടെമ്പിളിൻ്റെ കാഴ്ചയാണ്. ബരാഹി ടെമ്പിളിലേക്ക് പോകുന്നത് ഒരു വ്യത്യാസമായിട്ടുള്ള രീതിയിലാണ്. അതായത് തോണിയിലും ബോട്ടിലും ഒക്കെ വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ. 4 ഭാഗവും വെള്ളം, അതിൻ്റെ നടുക്കിലാണ് ആ ക്ഷേത്രമുള്ളത്. അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുക. വീഡിയോയ്ക്ക് നിങ്ങളുടെ കമൻറ്റ്സ് എന്തായാലും അറിയിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.